ചായയും ഒരു പേസ്ട്രിയും കുടിച്ചിട്ട് ബാക്കി പോയാലോ? വാസ്കോ ഡ ഗാമ കാണാൻ പോയാലോ? ഒരു ഷോർട്ട് ബ്രേക്ക് കട്ട്. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ലിസ്ബൺ നഗരത്തിലാണ്, പറങ്കികളുടെ നാടായ പോർച്ചുഗലിന്റെ തലസ്ഥാനം. വാസ്കോ ഡ ഗാമയുടെ വരവോടെ നമുക്കും സുപരിചിതമായ നാട്. അടുത്ത കൂട്ടുകാരായ ജിബിനോടും റിയോയോടും ഒപ്പമാണ് ഈ യാത്ര. സ്പോർട്ടിംഗ് പോർച്ചുഗൽ എന്ന ഫുട്ബോൾ ക്ലബിന്റെ ഹോം ഗ്രൗണ്ടായ ഹൊസെ അൽവലാജെ സ്റ്റേഡിയമാണ് ഈ കാണുന്നത്. ഇപ്പം നമ്മൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് 25th ഏപ്രിൽ ബ്രിഡ്ജ് എന്നറിയപ്പെടുന്ന ഒരു പാലത്തിലൂടെയാണ്. ഇത് യൂറോപ്പിലെ തന്നെ ഏറ്റവും നീളം കൂടിയ സസ്പെൻഷൻ ബ്രിഡ്ജ് അഥവാ തൂക്കുപാലമാണ്. ഏകദേശം 2.3 കിലോമീറ്റേഴ്സ് ആണ് ഇതിൻ്റെ നീളം വരുന്നത്. ലിസ്ബണെ അൽമൈഡ എന്ന് പറയുന്ന സ്ഥലവുമായി ഇത് ബന്ധിപ്പിക്കുന്നു. ടാഗസ് നദിയുടെ കുറുകെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ പാലത്തിന് കാലിഫോർണിയയിലെ പ്രശസ്തമായ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജുമായി സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അതൊട്ടും യാദൃശ്ചികമല്ല. അമേരിക്കൻ ബ്രിഡ്ജ് കമ്പനിക്ക് തന്നെയായിരുന്നു ഈ പാലത്തിന്റെയും കോൺട്രാക്ട്. ഇത് കണ്ടോ, ഈ നദിയുടെ കരയിലായി സാങ്ച്വറി ഓഫ് ക്രൈസ്റ്റ് ദ കിങ് എന്നറിയപ്പെടുന്ന ഒരു സ്റ്റാച്ചു ഉണ്ട്. ബ്രസീലിലെ പ്രസിദ്ധമായ ക്രൈസ്റ്റ് ദ റെഡീമർ സ്റ്റാച്ചുവിനെ മാതൃകയാക്കിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ വന്ന ദിവസം റൂമിലൊക്കെ പോയി സെറ്റിലായ ശേഷം ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ തന്നെ കറങ്ങാനിറങ്ങി. നേരെ ലിസ്ബൺ സിറ്റി സെൻറ്ററിലേക്കാണ് പോകുന്നത്. ഫെറിക്കാണ് പോകുന്നത്. അപ്പം കാണുന്ന കാഴ്ചകളാണിതൊക്കെ. അങ്ങനെ നമ്മൾ നടന്ന ഫെറിയിലോട്ട് അങ്ങ് കയറി. ഇത് ലോവർ ഡെക്കാണ്. ലോവർ ഡെക്ക് എന്ന് പറയുന്നത് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനായിട്ടുള്ളതാണ്. ഇന്ന് ഏതായാലും വണ്ടികളൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഇന്നലെ വന്നപ്പോൾ കണ്ട പാലം തന്നെയാണ് ആ കാണുന്നത്. ഇതാണ് ടാഗസ് നദി. ഇത് കണ്ടോ, മോണുമെന്റ് ഓഫ് ദി ഡിസ്കവറീസ് എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ ഒരു ലാൻഡ്മാർക്കാണിത്. വാസ്കോ ഡ ഗാമയൊക്കെ ഇന്ത്യയിലേക്കുള്ള കപ്പൽ യാത്ര ആരംഭിച്ചത് ഈ പോയിന്റിൽ നിന്നാണ്. 15ഉം 16ഉം നൂറ്റാണ്ടുകളിൽ ഇവർ അറിയാത്ത നാടുകളിലേക്ക് ഒരുപാട് കപ്പൽ യാത്രകളൊക്കെ നടത്തിയിരുന്നു. ആ സമയത്തിന് ദി ഏജ് ഓഫ് ഡിസ്കവറി എന്നാണ് ഇവർ പറയുന്നത്. ആ സമയത്തെ പ്രമുഖരായ ആൾക്കാരുടെ പ്രതിമകളാണിതെല്ലാം. ഒരു പെൺകൊച്ചവിടെ പാടി തകർക്കുന്നുണ്ട്. കൂട്ടത്തിലൊരു ചേട്ടൻ ഗിറ്റാറും വായിക്കുന്നുണ്ട്. തണുപ്പ് കാലം കഴിഞ്ഞ് ലേശം വെട്ടവും വെളിച്ചവും ചൂടും വന്നാലുടനെ യൂറോപ്യൻസ് ഒക്കെ വെളിയിലിറങ്ങും. കാലാവസ്ഥയുടെ പ്രത്യേകതയോട് തന്നെ ഔട്ട്ഡോർ ലൈഫ് ആസ്വദിക്കുന്നവരാണ് ഇവിടുത്തുകാർ കൂടുതൽ പേരും. നമ്മുടെ നാട്ടിലെ തട്ടുകടയിലും ചായക്കടയിലും ഒക്കെ മുമ്പിരുന്ന് വർത്താനം പറയുന്ന പോലെ ഓരോ ഗ്ലാസ് ബീറോ വൈനോ ഒക്കെ നൂർന്നുകൊണ്ട് വെയിൽ കായാനിരിക്കുന്നത് സമ്മറിൽ ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ്. ഇത് കണ്ടോ, ഇതെല്ലാം ഇലക്ട്രിക് സ്കൂട്ടറുകളാണേ. ഇപ്പം എല്ലായിടത്തും ഇതിൻ്റെ പരിപാടിയാണ്. നമുക്ക് ഫോണിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് വാടകയ്ക്ക് എടുത്ത് ഇത് ഉപയോഗിക്കാവുന്നതാണ്, ബുക്ക് ചെയ്തിട്ട്. ഈ സാധനം കണ്ടോ, നമ്മുടെ നാട്ടിലെ പെട്ടി ഓട്ടോറിക്ഷ. അതിൻ്റെ പുറയിലാണെങ്കിലോ കുറെ 4 മണി പലഹാരങ്ങളൊക്കെ ആയിട്ട് ആൾക്കാരെ ആകർഷിക്കാനായിട്ടുള്ള ഓരോരോ പരിപാടികൾ. എന്നാ അല്ലേ, നമ്മുടെ ഓട്ടോയ്ക്ക് യൂറോപ്പിൽ വരെ റീച്ച് ഉണ്ടെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. ഇത് ഈ വന്നിരിക്കുന്നത് ലിസ്ബണിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പേസ്ട്രി കടയാണ്. നിങ്ങൾ ഏതെങ്കിലും കാലത്ത് ലിസ്ബണിൽ പോവുകയാണെങ്കിൽ ഇവിടുന്ന് കഴിക്കാതെ ഒരിക്കലും പോകരുത്. ഇത് അവിടുത്തെ ഒരു മെനു ആണ്. ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് ഫേമസ് ആയ പേസ്ട്രി കടയാണ്. ചായയും ഒരു പേസ്ട്രിയും കുടിച്ചിട്ട് ബാക്കി പോയാലോ? വാസ്കോ ഡ ഗാമ കാണാൻ പോയാലോ? ഒരു ഷോർട്ട് ബ്രേക്ക് കട്ട്. ഇവിടുത്തെ കുറേ ഐറ്റംസ് നമ്മൾ മലയാളികൾക്ക് പരിചയമുള്ള ഐറ്റംസ് തന്നെയാണ്. സമോസ, മീറ്റ് റോള്, അതുപോലെ കേക്ക്, പേസ്ട്രീസ്, അതുപോലെ തന്നെ പൊട്ടറ്റോയും ഒരു ഫിഷും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ, ഒരു കട്ട്ലറ്റ് പോലെ ഒരു ഐറ്റം കൊണ്ടുവച്ചു. എല്ലാത്തിനും നല്ല അസാധ്യ ടേസ്റ്റാണ്, ഈവൻ കോഫി ഉൾപ്പെടെ. ഈ ഐറ്റം ഉണ്ടല്ലോ, ഈ ഐറ്റം ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്.
1837 തൊട്ട് ഇവിടെ ഉണ്ടാക്കുന്ന ഡെയിലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്, ഹാൻഡ് മെയ്ഡ് ഐറ്റം ആണ് ഇത്. ഒരു രക്ഷയില്ല. എഗ് കസ്റ്റേർഡ് ആണ് ഇതിനകത്തുള്ളത്. അത് ഇവരുടെ ഒരു സീക്രട്ട് റെസിപ്പിയാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. സൂപ്പർ സാധനം, നല്ല സാധനം. അടുത്തതായി നമ്മൾ പോയത് പ്രശസ്തമായ ജെറോനിമോസ് മൊണാസ്ട്രിയിലേക്കാണ്. ചെറിയ മഴയുണ്ടായിരുന്നെങ്കിലും സന്ദർശകർക്ക് യാതൊരു കുറവുമില്ല. ഈ മുൻകാല മൊണാസ്ട്രിയുടെ പള്ളിയിലാണ് വാസ്കോഡ് ഗാമയെ അടക്കം ചെയ്തിരിക്കുന്നത്. ഗാമയുടെ കപ്പൽ യാത്ര ആരംഭിച്ച കാലയളവിൽ തന്നെയാണ് ഈ മൊണാസ്ട്രിയും സ്ഥാപിതമായത്. ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്നവരേക്കാൾ കൂടുതൽ ആളുകൾ വരുന്നത് വാസ്കോഡ് ഗാമയുടെ കല്ലറ സന്ദർശിക്കാനും അതുപോലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പള്ളിയുടെ അകത്തളങ്ങളുടെ കലാഭംഗി ആസ്വദിക്കാനുമാണെന്ന് തോന്നിപ്പോയി. ഇതാണ് വാസ്കോഡ് ഗാമയുടെ കല്ലറ. 1498 ഇന്ത്യയിൽ കപ്പലിറങ്ങിയതാണ് വാസ്കോഡ് ഗാമയുടെ ഏറ്റവും വലിയ നേട്ടമായി കരുതപ്പെടുന്നത്. യൂറോപ്പും ഇന്ത്യയുമായി ആദ്യമായി ഒരു കടൽപാത ഉണ്ടാകുന്നത് അങ്ങനെയായിരുന്നു. നമ്മളിപ്പോൾ ഈ കാണുന്ന കുടീരം 1894 പണി കഴിക്കപ്പെട്ടതാണ്. പിറ്റേ ദിവസം നേരെ താമസ സ്ഥലത്തു നിന്ന് ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മളൊരു സ്ഥലം കണ്ടുപിടിച്ചു. മിറൻഡൈറ എന്നാണ് ഈ കഫേയുടെ പേര്. ട്രഡീഷണൽ ആയിട്ടുള്ള വിറകടുപ്പുകളിൽ ഇവർ പാചകം ചെയ്യുന്ന ഫ്രഷ് ആൻഡ് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് പാചകം ചെയ്യുന്ന സാധനങ്ങളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ബ്രെഡ് കൊണ്ടുള്ളതും അതുപോലെ സൂപ്പുകളും വിവിധ തരത്തിലുള്ള ഡ്രിങ്കുകളും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്, കോഫി ഉൾപ്പെടെ. ഈ ബ്രെഡ് എന്ന് പറയുന്നത് ഇവരിവിടെ ഉണ്ടാക്കുന്ന ബ്രെഡാണ്. പരമ്പരാഗതമായ തടി കൊണ്ടുള്ള അടുപ്പുകളിൽ, തടി വിറകൊക്കെ വെച്ച് കത്തിക്കുന്ന അടുപ്പുകളിൽ ഇവർ ട്രഡീഷണലായിട്ട് ഉണ്ടാക്കുന്ന ബ്രെഡാണിത്. എന്നതും നിങ്ങൾക്ക് കണ്ടറിയാം. ഈ ബേക്കൺ അല്ലെങ്കിൽ സോസേജ് അതിൻ്റെ അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരതിന് പറയുന്ന പേര് വേറെയാണ്, എന്താണ് കറക്റ്റ് അറിയത്തില്ല. ഒന്നീ സലാമി അല്ലെങ്കിൽ ചൊറീസോ എന്നൊക്കെ പറയും. സ്പെയിനിലൊക്കെ ചൊറീസോ എന്നറിയപ്പെടുന്നത് ഒരു ഫ്ലേവറുള്ള തരം സോസേജാണിത്. അതിൻ്റെ ഒരു ഫ്ലേവറും പിന്നെ എനിക്കൊന്ന് ചീസിൻ്റെ ഉണ്ടെന്ന് തോന്നുന്നു. അതും കൂടെ ഉള്ള ഒരു നല്ല ഒരു ടേസ്റ്റ് ആവായി വരുന്നത്. അവരുടെ ട്രഡീഷണൽ ഫുഡാണിത്. അതുപോലെ ഈ സൂപ്പ് എന്ന് പറയുന്നത് ഫ്രഷ് ഇൻഗ്രീഡിയൻസ്, വെജിറ്റബിൾസും അതുപോലെ ബേക്കണും സോസേജും ഒക്കെ ഇട്ട ഒരു തരം സൂപ്പാണിത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, സൂപ്പർ സാധനമാണ്. ഒരു 2.7 യൂറോയൊക്കെ ഒരു റോളിന് വരുന്നുള്ളൂ. ഒരു റോള് കഴിച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് നല്ല തൃപ്തിയാകുന്ന പോലെ കഴിക്കാൻ പറ്റും. അതുപോലെ ബീറും കോഫിയും വൈനും എല്ലാം ഇവിടെ വളരെ ചീപ്പായിട്ട് അവൈലബിൾ ആണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ ഇന്നലെ കണ്ട പാലത്തിൽ കൂടെ തന്നെ തിരിച്ചു പോവുകയാണ്. നമ്മൾ ലിസ്ബണിലേക്ക് പോവുകയാണ്. അർമേഡ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന്. മഴക്കാർ കൊണ്ട് ഒരു രക്ഷയില്ല, മഴ ഇടിച്ചു കുത്തിപ്പെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇന്നത്തെ നമ്മുടെ ട്രിപ്പുകളൊക്കെ പാഴാകുമോ എന്നുള്ളൊരു ചെറിയ പേടിയുണ്ട് ഞങ്ങൾക്ക്. ഈ പാലത്തിന് കാലിഫോർണിയയിലെ പ്രശസ്തമായ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജുമായി സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അതൊട്ടും യാദൃശ്ചികമല്ല. അമേരിക്കൻ ബ്രിഡ്ജ് കമ്പനിക്ക് തന്നെയായിരുന്നു ഈ പാലത്തിൻ്റെ കോൺട്രാക്ട്. ആദ്യമായി ഞങ്ങൾ എത്തിയത് പോർച്ചുഗലിന്റെ പ്രസിദ്ധമായ നേവൽ മ്യൂസിയത്തിലാണ്. വാസ്കോഡ് ഗാമയൊക്കെ കപ്പൽ സഞ്ചാരം നടത്തിയിരുന്ന കാലം മുതലുള്ള നിരവധി ഇനം കപ്പലുകളും നേവി ഉപയോഗിച്ചിരുന്ന വിവിധ ഇനം നൗകകളും ഒക്കെ ഇവിടെ പ്രദർശനത്തിനുണ്ടായിരുന്നു. ഇത് കണ്ടോ, റോയൽ ബാർജ്. പണ്ടത്തെ ഒരു രാജകുടുംബത്തിന്റെ യാത്രകൾക്ക് ഉപയോഗിച്ചിരുന്ന ഒരു രാജകീയ നൗകയാണിത്. 1778 പോർച്ചുഗലിന്റെ അക്കാലത്തെ രാജ്ഞിയായിരുന്ന ക്വീൻ മരിയ തന്റെ മകനായ പ്രിൻസ് ജോയുടെ വിവാഹ ഉറപ്പിക്കൽ ചടങ്ങിന് വേണ്ടി പണി കഴിപ്പിച്ചതാണിത്. അക്കാലത്ത് എഞ്ചിനോ മോട്ടറോ ഒന്നും പ്രചാരത്തിലില്ലായിരുന്നത് കൊണ്ട് 80ഓളം തുഴച്ചിലുകാരെ ഉപയോഗിച്ചാണ് ഇത് തുഴഞ്ഞിരുന്നത്. 1957 ബ്രിട്ടീഷ് രാജ്ഞിയായിരുന്ന ക്വീൻ എലിസബത്ത് II പോർച്ചുഗൽ സന്ദർശിച്ചപ്പോൾ ഈ നൗകയിലായിരുന്നു ടാഗസ് നദിയിലൂടെ യാത്ര ചെയ്തത്. അതായിരുന്നു ഈ വലിയ തോണിയുടെ ഏറ്റവും അവസാനത്തെ ഔദ്യോഗിക യാത്ര. പോർച്ചുഗീസ് നേവിയുടെ അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന നിരവധി ഇനം വിമാനങ്ങളും അവിടെ പ്രദർശനത്തിനുണ്ടായിരുന്നു. ഈ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ ചെന്ന് കയറുന്നത് നേരെ ഒരു ഗിഫ്റ്റ് ആൻഡ് സുവനിയർ ഷോപ്പിലേക്കാണ്.
ലോകത്തുള്ള മിക്ക രാജ്യങ്ങളിലും ഇതുപോലുള്ള ടൂറിസ്റ്റ് പ്ലേസസിൽ, മ്യൂസിയംസിൽ, അതുപോലുള്ള സ്ഥലങ്ങളിലെല്ലാം ഇതുപോലത്തെ സുവനിയർ ഷോപ്പുകൾ കാണാൻ പറ്റും. ഫ്രിഡ്ജ് മാഗ്നറ്റുകൾ, അതുപോലെ പോസ്റ്റ് കാർഡുകൾ, അതുപോലെ നമുക്ക് മെമ്മറബിളായിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന പുസ്തകങ്ങൾ, അങ്ങനെയുള്ള കരകൗശല വസ്തുക്കൾ ഒക്കെ നമുക്ക് ഇവിടുന്ന് മേടിക്കാൻ പറ്റും. അതൊരു പ്രത്യേക ഒരു ഓർമ്മയാണ് നമ്മൾ ആ യാത്ര പോയതിൻ്റെയും അതുപോലെ ആ സ്ഥലം സന്ദർശിച്ചതിൻ്റെയും ഒക്കെ. നമുക്ക് ജീവിക്കാൻ പറ്റാത്ത പഴയ കാലങ്ങളിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ് ഈ മ്യൂസിയങ്ങൾ എന്നെനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അവിടുത്തെ ഇരിക്കുന്ന പുരാവസ്തുക്കളൊക്കെ നൂറ്റാണ്ടുകൾ മുമ്പ് ആൾക്കാർ ഉപയോഗിച്ചിരുന്നതാണ്. നമ്മൾ ആ സമയത്ത് ജീവിച്ചിരുന്നില്ലെങ്കിലും നമുക്കിതൊക്കെ കാണുമ്പോൾ അന്നത്തെ ആൾക്കാരുടെ ജീവിത രീതികളൊക്കെ മനസ്സിലാക്കാൻ ഇതൊരു വലിയ അവസരമാണ്. അന്നത്തെ കാലത്ത് ഇവർ ശത്രുക്കളെ കീഴ്പ്പെടുത്താൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പലതരം തോക്കുകളും മറ്റായുധങ്ങളും ഒക്കെ ഇവിടെ കാണാൻ കഴിഞ്ഞു. മ്യൂസിയം ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും നല്ല വിശപ്പ്. 2 ദിവസം പോർച്ചുഗീസ് ഫുഡ് കഴിച്ച് നമ്മുടെ കേരളത്തിന്റെ രുചി മറന്നു പോകണ്ടല്ലോ എന്നോർത്ത് ഞങ്ങളൊരു കേരള റെസ്റ്റോറൻറ്റ് തപ്പി. അപ്പം ദാണ്ട കിടക്കുന്ന കേരള എന്ന് തന്നെ പേരുള്ള ഒരു റെസ്റ്റോറൻറ്റ് മുമ്പിൽ. നമ്മുടെ ടെക് ട്രാവലേറ്റിന്റെ സുജിത് ഭക്തനൊക്കെ ഇവിടെ വന്ന് കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ട്രിപ്പ് അഡ്വൈസറിലാണെങ്കിലും അത്യാവശ്യം നല്ല റിവ്യൂസ് ഉള്ള ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണിത്. ഇവിടുന്ന് ഞങ്ങൾ ഓർഡർ ചെയ്ത ഒരു സ്പെഷ്യൽ ഐറ്റം ആയിരുന്നു ചട്ടിപ്പത്തിരി. മലബാറിന്റെ സ്വന്തം ഐറ്റമാണ്. ഇറ്റാലിയൻ ലസാനിയൊക്കെ അനുസ്മരിപ്പിക്കുന്ന ടൈപ്പ് ഒരു സാധനമാണ്. പിന്നെ ഉള്ളിവട ഓർഡർ ചെയ്തു, അതുപോലെ ചിക്കൻ 65 സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്തു. നല്ല റെസ്റ്റോറൻ്റാണ്, നല്ല ആംബിയൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടുന്ന് കഴിച്ച ഒരു സ്പെഷ്യൽ ഐറ്റം ആയിരുന്നു പിടിയും കോഴിയും. അങ്ങനെ എല്ലാ റെസ്റ്റോറൻറ്റിലും ഒന്നും പിടിയും കോഴിയും കിട്ടത്തില്ല. കിടു ടേസ്റ്റ് ആയിരുന്നു, അത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് എല്ലാവരും സാധാരണ ഓർഡർ ചെയ്യുന്ന പോലത്തെ പൊറോട്ട, ബീഫ്, ചിക്കൻ കറി. ഞാൻ ഓർഡർ ചെയ്തത് അപ്പവും ഫിഷ് മപ്പാസും ആയിരുന്നു. നമ്മുടെ ഷെഫ് പിള്ളയുടെ ഒക്കെ സ്റ്റൈലിലുള്ള ഒരു ഫിഷ് മപ്പാസ് അവിടെ കിട്ടി. ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ ഉടമസ്ഥനായ വിജി ചേട്ടൻ. വിജി ചേട്ടനോട് നമ്മൾ പരിചയപ്പെട്ടു, കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളാണ്. നമ്മുടെ കേരളത്തിൻ്റെ പൈതൃകവും സംസ്കാരവും വിളിച്ചു തോന്നുന്ന ഒരുപാട് ഫോട്ടോസ് അവിടെ ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ നമ്മുടെ മമ്മൂക്കയുടെ ലാലേട്ടൻ്റെ. അങ്ങനെ 2-3 ദിവസത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് നല്ല നല്ല ഓർമ്മകളുമായിട്ട് ഞങ്ങൾ ലിസ്ബൺ നഗരത്തോടും പോർച്ചുഗലിനോടും വിട പറയുകയാണ്. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബായ്. അപ്പോൾ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.